ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL വളരെ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും നിലവിൽ എല്ലാ ടീമുകളും 5 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ടീമുകളും 6 കളികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. 3 ടീമുകൾ 7 കളികൾ കളിച്ചു കഴിയുന്ന സമയവുമാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ 6ാം മത്സരം കളിക്കാൻ പോവുകയാണ്. അതോടുകൂടെ എല്ലാ ടീമുകളും 6 മത്സരങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. വളരെ ആവേശകരമായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിലവിലെ പോയിന്റ് ടേബിൾ വെച്ചുകൊണ്ട് ഇനിയുള്ള എല്ലാ ടീമുകളുടെയും ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകൾ ഇനി എങ്ങനെയായിരിക്കും, ടോപ്പ് 4ലേക്ക് എത്താൻ ഏറ്റവും സാധ്യത ആർക്കൊക്കെ ആയിരിക്കും, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് സിനാരിയെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. പോയിന്റ് ടേബിളിൽ 10ാമതുള്ളത് CSK ആണല്ലോ. കളിച്ച 7 കളികളിൽ 2-2 വിജയവും 5 പരാജയവുമായി വെറും 4-4 പോയിന്റുമായി CSK പോയിന്റ് ടേബിളിൽ ഏറ്റവും അടിവാരത്താണുള്ളത്. കഴിഞ്ഞ ദിവസം അവർ നല്ലൊരു കംബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും അവർക്ക് ബാക്കിയുള്ള 7 മത്സരങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 വിജയമെങ്കിലും സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള 16 പോയിന്റുകളിലേക്ക് എത്തിക്കൊണ്ട് CSKക്ക് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ, വളരെ കടുപ്പമാണ് CSKയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്ലേ ഓഫിലേക്ക് കയറാൻ. പക്ഷേ MS ധോണിക്ക് കീഴിൽ അതിനവർക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ CSK ആരാധകർ കാത്തിരിക്കുന്നു. പോയിന്റ് ടേബിളിൽ നിലവിൽ 9ാമതുള്ള SRHലേക്ക് വരുമ്പോൾ അവരും തുടർച്ചയായുള്ള തോൽവികൾക്ക് ശേഷം കഴിഞ്ഞൊരു മത്സരത്തിൽ നല്ലൊരു കംബാക്ക് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ ഒരു 6 വിജയമെങ്കിലും സ്വന്തമാക്കിയാൽ മാത്രമേ SRHന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പോയിന്റ് ടേബിളിൽ 8ാമത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് മത്സരമുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇനി ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 6 വിജയങ്ങളെങ്കിലും സ്വന്തമാക്കിയാൽ മാത്രമേ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസിന് ടോപ്പ് 4ലേക്ക് എത്തിക്കൊണ്ട് പ്ലേ ഓഫ് യോഗ്യത ലഭിക്കുകയുള്ളൂ. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. തീർച്ചയായിട്ടും പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ അവർക്കും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 6 വിജയങ്ങൾ സ്വന്തമാക്കണം. പോയിന്റ് ടേബിളിൽ നിലവിൽ 6ാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോൾ ഇന്നലെ അവർ പഞ്ചാബ് കിങ്സിനോട് 100% കളി വിജയിച്ചു എന്ന് കരുതിയ സമയത്താണ് ഒടുവിൽ കളി കൈവിട്ട് കളഞ്ഞത്. എന്തൊരു മത്സരമായിരുന്നു അത്. ഏതായാലും അവർക്ക് നിലവിൽ കളിച്ച 7 മത്സരങ്ങളിൽ 3 വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. 4 തോൽവികൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് 7 കളികളാണ് ബാക്കിയുള്ളത്. അതിൽ 5 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രമേ 16 പോയിന്റുകളിലേക്ക് എത്താനും അതുവഴി ടോപ്പ് 4ലേക്ക് സ്ഥാനം ഉറപ്പിക്കാനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോയിന്റ് ടേബിളിൽ 5ാമതുള്ള LSGയിലേക്ക് വരുമ്പോൾ കളിച്ച 7 കളികളിൽ 4 വിജയമാണ് LSGക്കുള്ളത്. അവർക്ക് 8 പോയിന്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഇനി ബാക്കിയുള്ള 7 മത്സരങ്ങളിൽ 4 വിജയങ്ങളെങ്കിലും സ്വന്തമാക്കണം അവർക്ക് ടോപ്പ് 4ലേക്ക് എത്താൻ. തീർച്ചയായിട്ടും പോയിന്റ് ടേബിളിൽ 4ാമതുള്ള പഞ്ചാബ് കിങ്സിലേക്ക് വരുമ്പോൾ ഇന്നലെ അവരൊരു ത്രില്ലർ മത്സരത്തിനൊടുവിലാണ് വിജയം സ്വന്തമാക്കിയത്. KKRനെ തോൽപ്പിച്ചത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന PBKസിന് ഇനിയും 8 കളികൾ ബാക്കിയുണ്ട്. അതിൽ പകുതി വിജയങ്ങൾ 4 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് പറയേണ്ടി വരും. പോയിന്റ് ടേബിളിൽ നിലവിൽ 3ാമതുള്ള RCBയിലേക്ക് വരുമ്പോൾ കളിച്ച 6 കളികളിൽ 4 വിജയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്കും ഇനി 8 കളികൾ ബാക്കിയുണ്ട്. അതിൽ പകുതി വിജയങ്ങൾ 4 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ RCBക്ക് വളരെ എളുപ്പത്തിൽ പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ അവരാണ് ഈ ഒരു സീസണിൽ ഇതുവരെ ഏറ്റവും കുറഞ്ഞ കളികൾ കളിച്ചിട്ടുള്ള ടീം. 5 കളികളിൽ നിന്ന് മാത്രമായി 4 വിജയങ്ങൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവർക്ക് 9 കളികൾ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു 4 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ DCക്ക് അനായാസമായി പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും. ചുരുക്കം പറയുകയാണെങ്കിൽ ഇനി അവർക്ക് ബാക്കിയുള്ള മത്സരങ്ങളും അവരുടെ നിലവിലെ ഫോമൊക്കെ വെച്ചുകൊണ്ട് DC ഒക്കെ ഇപ്പോൾ തന്നെ പ്ലേ ഓഫ് യോഗ്യത ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇതൊരു വലിയ ലീഗാണ്. ഇനിയും ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സംഭവിക്കാം. ഏതായാലും പോയിന്റ് ടേബിളിൽ 1ാമതുള്ള ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ ഇനിയും അവർക്ക് 8 കളികൾ ബാക്കിയുണ്ട്. അതിൽ പകുതി വിജയങ്ങൾ 4 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന GTക്ക് ഈ ടോപ്പ് 4ലേക്ക് എത്തിക്കൊണ്ട് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സിനാരിയോ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ടോപ്പ് 4ലേക്ക് എത്താൻ പോകുന്നത് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.